ഏവർക്കും വണക്കം, വെൽക്കം, സ്വാഗതം. പ്രധാനമായും യേശു മനഃശാസ്ത്രവും എന്ന കോഴ്സ്, ഓൺലൈൻ കോഴ്സ് എന്നോടൊപ്പം ചെയ്യുന്ന ആളുകളുടെ പ്രയോജനത്തിനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എങ്കിലും അതിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും ഈ വീഡിയോയുടെ ഉള്ളടക്കം കൊണ്ട് പ്രയോജനമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ പൊതുവായ ഒരു വീഡിയോ, ഒരു ആശയം കുറച്ചുകൂടെ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി ഞാൻ ഏവരുമായി പങ്കിടുകയാണ്. 2 ആഴ്ചയ്ക്ക് മുൻപ് നടത്തിയ ഈ കോഴ്സിലെ ആദ്യത്തെ ക്ലാസ്സിൽ മനുഷ്യ ജീവിതത്തിൻ്റെ മൂലധർമ്മം, ജീവൻ്റെ ഊർജമാണ് ലൈഫ് എനർജി അല്ലെങ്കിൽ വൈറ്റൽ എനർജി. ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന ഹെൻറി ബർഗ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇലാൻ വിറ്റാൽ, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലിബിഡോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആശയത്തെ വേണ്ടതുപോലെ സ്പഷ്ടീകരിക്കാൻ, സുതാര്യമാക്കുവാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കത്തക്ക വിധത്തിൽ വേണ്ടതുപോലെ വിശദീകരിച്ച് അവതരിപ്പിക്കാനുള്ള സാവകാശമില്ലായിരുന്നു എന്നത് ആ സെഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയാണ് എന്ന ബോധ്യത്തിലാണ് ഇപ്രകാരം ഒരു സപ്ലിമെൻ്ററി വീഡിയോ ചെയ്യാനായി എന്നെ പ്രേരിപ്പിച്ച ഘടകം. ആ ആശയം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം അസ്ഥാനത്താകുകയില്ല, അധികപ്പറ്റാകുകയില്ല എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കോഴ്സ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ എന്നോട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ, സന്തോഷത്തോടെ, ബഹുമാനത്തോടെ, കരുതലോടെ സ്വാഗതം ചെയ്യുക. ആശയങ്ങളെ അവ അർഹിക്കുന്ന സുതാര്യതയിൽ ഗ്രഹിക്കുന്നത് നമുക്ക് എപ്പോഴും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു സ്പഷ്ടത പ്രാപിക്കുന്നില്ല എങ്കിൽ മുൻപോട്ട് അന്വേഷണ ബുദ്ധിയോടെ ചിന്തിച്ച് ആശയങ്ങളുടെ പുതിയ മേഖലയിലേക്ക് പുരോഗമിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ യേശു മനഃശാസ്ത്രം എന്ന ജീസസ് ആൻഡ് സൈക്കോളജി എന്ന കോഴ്സ് ആവിഷ്കാരം ചെയ്തത് തന്നെ, വിഭാവന ചെയ്തത് തന്നെ ഇപ്രകാരമുള്ള സ്പഷ്ടത പ്രാപിപ്പാൻ, നമ്മുടെ ചിന്താ ജീവിതത്തിൽ ആ ലൈഫ് ഓഫ് തോട്ട് സാധ്യമാകട്ടെ. ആ സ്പഷ്ടതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ ഉദാഹരണം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം, 105th verse ഓഫ് സാം നമ്പർ 119. പുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സങ്കീർത്തനം 119 എന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ 105ാമത്തെ വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന് പറയും. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണ്. അപ്പോൾ ദീപം, വെളിച്ചം എന്ന ആശയത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ തീർച്ചയായും ആശയങ്ങളോടൊരു ബന്ധത്തിൽ അത് സ്പഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. സ്പഷ്ടതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം ആരംഭിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, അങ്ങനെ മനുഷ്യൻ്റെ ബൗദ്ധികവും ആധ്യാത്മികവുമായ ജീവിതം സ്പഷ്ടതയിൽ നിന്ന് സ്പഷ്ടതയിലേക്കുള്ള നിരന്തരമായ പ്രയാണമാണ്, പുരോഗതിയാണ്, യാത്രയാണ്. അതാണ് വാസ്തവത്തിൽ പിൽഗ്രിമേജ്, തീർത്ഥയാത്ര എന്ന ആശയമാണ് നാം മനസ്സിലാക്കേണ്ടത്. ആത്മീയമായി നോക്കുമ്പോൾ തീർത്ഥയാത്ര അല്ലെങ്കിൽ പിൽഗ്രിമേജ് എന്താണ്? സ്പഷ്ടതയിൽ നിന്ന്, പരിമിതമായ സ്പഷ്ടതയിൽ നിന്ന് സ്പഷ്ടതയുടെ പൂർണ്ണതയിലേക്കുള്ള നിരന്തരമായ മനുഷ്യൻ്റെ
അന്വേഷണ പ്രയാണമാണ് ഈ തീർത്ഥയാത്ര മനസ്സിലാക്കണം. അതിപ്പോൾ ഹോളി ടൂറിസമായി അധപ്പതിച്ചു പോയി. അത് അതിൻ്റെ ഒരു വിഷയമാണ്. അത് നമ്മുടെ മുഖ്യമായ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ച് അങ്ങ് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്, ഒരു കുഞ്ഞ് ജനിച്ചു, അതിനുശേഷം അത് വളരുമ്പോൾ അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമായി ആ കുഞ്ഞിലുള്ള ജീവന്റെ ഊർജത്തിന് വളർച്ച പ്രാപിക്കുന്നു. ആ ഊർജം എന്താണ് എന്നത് അറിയേണ്ട വലിയ ആവശ്യം നിലനിൽക്കുകയാണ്. അതിനെ പല വിധത്തിൽ അറിയാൻ ആളുകൾ ശ്രമിച്ചതിന് ഫലമായി പല വിധത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മനഃശാസ്ത്രത്തിൽ മുഖ്യമായും അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും കാൾ യുങ്ങിൻ്റെയും വിവക്ഷയിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നത്. എന്നാൽ അവർ മാത്രമല്ല ഇതിനെ പ്രതികരിച്ചത്. പക്ഷേ കൂടുതൽ പരാമർശങ്ങൾ നടത്തി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട എന്നതുകൊണ്ട് ഈ രണ്ട് ചിന്തകൾ അവർ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പന്മാരായി പരക്കെ അംഗീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ ചിന്തകളെ മാത്രം കേന്ദ്രീകരിച്ച് ഈ ആശയത്തെ ഒന്നുകൂടെ പരിചയപ്പെടുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പരിചയപ്പെടൽ ആരംഭിച്ചത് കഴിഞ്ഞ കോഴ്സിൻ്റെ ആദ്യത്തെ സെഷനിലാണ്. ഇത് വേണ്ടതുപോലെ വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നതിന് ആദ്യമേ സൂചിപ്പിച്ചത്. ഫ്രോയിഡ് പറയുന്നത്, അങ്ങനെ വളർച്ചയുടെ ഭാഗമായി എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ വർദ്ധിച്ചു വരുന്ന വർത്തമാനമായ ഈ ഊർജം, ലൈഫ് എനർജിയെ അദ്ദേഹം ലിബിഡോ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രോയിഡ് ലിബിഡോയെ മനസ്സിലാക്കുന്നതിൽ ഒരു വലിയ പരിമിതിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു അപാകതയുണ്ട്, ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, ഒരു അമളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപകടവുമുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും മനഃശാസ്ത്രജ്ഞനുമാണ് കാൾ യുങ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഫ്രോയിഡ് വിയന്ന കേന്ദ്രീകരിച്ചും കാൾ യുങ് സ്വിറ്റ്സർലൻഡിൽ സ്യൂറിക്ക് കേന്ദ്രീകരിച്ചുമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് അവരെ വിയന്ന സ്കൂളെന്നും സ്യൂറിക് സ്കൂളെന്നും എന്ന് സൂചിപ്പിച്ചു വരുന്നു. അത് വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ഞാൻ മാറ്റിവെക്കുക. ഇപ്പോൾ ഫ്രോയിഡ് പറഞ്ഞത് എന്താണ്? ഇങ്ങനെ വളർച്ചയുടെ ഭാഗമായി ഒരു ശിശുവിൽ ശിശു വളർന്ന് കൗമാരപ്രായത്തിലൊക്കെ ആയി വരുമ്പോൾ, അതിന് മുമ്പ് തന്നെ ഒരു 8 വയസ്സൊക്കെ 7 വയസ്സ് 8 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ ലിബിഡോ, ഈ ലൈഫ് എനർജി അതിൽ ഉണരുകയും വളരുകയും ചെയ്യുന്നു. പക്ഷെ ഫ്രോയിഡ് അതിനെ മനസ്സിലാക്കിയത് ലൈംഗികതയിൽ കൂടെ മാത്രമാണ്, സെക്സിൽ കൂടെ മാത്രമാണ്. അതിനൊരു കാരണമുണ്ട്. ഫ്രോയിഡിന്റെ ലോകദർശനം is vision of the world, is world view. ഭൗതികവാദത്തിൻ്റെത് മാത്രമായിരുന്നു, മെറ്റീരിയലിസത്തിൻ്റെ, സെക്യുലർ മെറ്റീരിയലിസം ഓർ മെറ്റീരിയലിസ്റ്റിക് സെക്യുലറിസം എന്ന് പറയാം. ഈ ഒരു കാഴ്ചപ്പാടിൽ ധാതുവിന് മാത്രമാണ് യാഥാർത്ഥ്യത അല്ലെങ്കിൽ റിയാലിറ്റി ഉള്ളത്. ഓൺലി മാറ്റർ ഈസ് റിയൽ. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാറ്റർ എന്താണ്? അവൻ്റെ ശരീരമാണ്. അതുകൊണ്ട് കാൾ യുങ് ലിബിഡോയെ മനസ്സിലാക്കിയത് ശരീരത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. നാം ശരീരത്തെ മനസ്സിലാക്കുമ്പോൾ അതൊരു രസതന്ത്രത്തിൻ്റെ ലബോറട്ടറിയാണ്, ഗവേഷണശാലയാണെന്ന് തോന്നിപ്പോകും. മനുഷ്യൻ്റെ വികാരങ്ങളും പ്രവണതകളും അടക്കി ഭരിക്കുന്ന, കോളനി വാഴ്ച നടത്തുന്ന ഒരു സാമ്രാജ്യമാണ് മനുഷ്യൻ്റെ ശരീരം. ആ ശരീരത്തെ മാത്രം പരിഗണിച്ച് ഈ ലിബിഡോ എന്ന് പറയുന്ന ജീവന്റെ ഊർജത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ന്യായമായും അത് ലൈംഗികം മാത്രമാണ് എന്ന ഒരു ഭ്രമം, ഒരു തെറ്റിദ്ധാരണ ഉളവാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ അത് തികച്ചും അപര്യാപ്തമാണ്. അതിൽ അർത്ഥമുണ്ട്, അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രയോജനം, അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാട് വളരെ പരിമിതപ്പെട്ടതാണ് എന്നാണ് വായനയിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന്
തിരുത്തം നൽകത്തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒരു വലിയ തലയെടുപ്പുള്ള മനഃശാസ്ത്രജ്ഞനും ചിന്തകനും ഗവേഷകനുമാണ് കാൾ യുങ്. അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ ലിബിഡോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ നാം മനസ്സിലാക്കേണ്ടത് ലൈംഗികതയിൽ കൂടെ മാത്രമല്ല. ജീവൻ എന്ന പ്രതിഭാസത്തിന് ലൈംഗികത മാത്രമല്ല, അതിന് വലിയ 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 മാനങ്ങളുണ്ട്. There's a whole universe of possibilities and meanings. ആ വിശാലമായ കാഴ്ചപ്പാടിൽ കൂടെ ഈ ജീവന്റെ ഊർജത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ മനുഷ്യത്വം എന്ന ആശയത്തോട് നീതി പുലർത്തുമാറ് ഈ ലിബിഡോയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വളരെ പ്രത്യേകമായ ഒരു വ്യത്യാസം, ഉദാഹരണമായിട്ട് മനുഷ്യൻ ശരീരം മാത്രമാണ് എന്ന ധാരണയിൽ നാം മനുഷ്യരെ കണ്ടാൽ മനുഷ്യനും ഒരു മൃഗം മാത്രമാണ് എന്ന് മാത്രമേ ചിന്തിക്കുവാനും തോന്നിക്കുവാനും വിശ്വസിക്കുവാനും അല്ലെങ്കിൽ കരുതുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യർക്ക് ശരീരമുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും ശരീരമുണ്ട്, ചെറിയ കൃമിക്കും ശരീരമുണ്ട്. അപ്പം മനുഷ്യനും മറ്റ് മൃഗങ്ങളുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, മനുഷ്യന് പ്രത്യേകതയുണ്ടോ എന്ന ചോദ്യത്തിന് ഈ ഒരു കാഴ്ചപ്പാട് കൂടെ നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. മനുഷ്യൻ്റെ മൃഗം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ മൃഗത്തെ പോലെ പ്രവർത്തിച്ചാൽ, മൃഗീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അത് സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ ചിന്തകൻ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ജനപ്രീതി നേടുകയും കയ്യടി പ്രാപിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ മറന്നു പോകുന്നു. അത് നിങ്ങൾക്ക് പരിചയം, മൈത്രേയൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നാം ആദ്യം കേട്ടാൽ നമ്മെ വളരെയധികം ഹരം പിടിപ്പിക്കുന്നതാണ്. എങ്കിലും അതിൻ്റെ പരിമിതികൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോകുന്നത് അപകടത്തെ വിളിച്ചു വരുത്തുവാൻ വാതിൽ തുറക്കും, വഴിയൊരുക്കും എന്നത് ഈ തരുണത്തിൽ ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജീവന്റെ ഊർജത്തെ വിശാലമായ ഒരു വിധത്തിൽ, കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ചിന്താരീതിയിൽ, സാധ്യതയിൽ മനസ്സിലാക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ആശയത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്, സവിനയം ക്ഷണിക്കുകയാണ്. ഇത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സുപ്രധാനമായ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത നിർണായകമായ ചുമതല എന്താണ്? അവനെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവനെ തന്നെ മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാക്കാൻ എന്തുണ്ടാകണം? യേശു പറയുന്നു മനോഹരമാണ്, നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ ഒരു ഉത്ബോധനത്തെ, യേശുവിൻ്റെ ഈ പഠിപ്പീരുകളെ നാം എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ സാംസ്കാരികമായി നമുക്ക് സംഭവിച്ച വൈരൂപ്യത്തിൻ്റെ, അധപ്പതനത്തിൻ്റെ, നമ്മെ ഗ്രഹിച്ച, നമ്മെ വിഴുങ്ങിക്കളഞ്ഞ അന്ധകാരത്തിൻ്റെ ചുവ അല്ലെങ്കിൽ പ്രവർത്തന രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ വളരെ പരിമിതമായി മാത്രം ലോകത്തെയും സ്വന്തം വ്യക്തിത്വത്തെയും കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നത് എവിടെ എന്ത് കിട്ടും, കൂടുതലായിട്ട് എന്ത് കിട്ടും, എവിടെ പോയാൽ എന്ത് കിട്ടും, കൂടുതൽ എന്തൊക്കെ സംഭരിച്ചു വെക്കാം, അല്ലെങ്കിൽ കൂടിപ്പോയ ചില ആശയങ്ങൾ കൂടിപ്പോയാൽ, ഇങ്ങനെ മാത്രമേ യേശുവിൻ്റെ ഉത്ബോധനത്തെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഈ ക്രിസ്തീയ ആദൈവങ്ങളുടെ പുറകെ അവരെ അന്വേഷിച്ചു പോവുകയും അവരിൽ കൂടെ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രാപിച്ച് തങ്ങളുടെ അടിസ്ഥാനരഹിതമായ ദുരാഗ്രഹങ്ങൾ പൂരിപ്പിക്കാൻ. നമുക്കറിയാം, ആലപ്പുഴ കൃപാസനത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ പെരുവെള്ളം പോലെ ഒഴുകി നടക്കുന്നത് ഈ അതിമോഹം കൊണ്ടാണ്. മോഹിക്കരുതെന്ന് കൽപ്പന മനപ്പാടം വെച്ചിട്ട് അതിമോഹം കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്കറിയാം. അതിലുള്ള ആഭാസതരം പോലും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി പല ക്രിസ്ത്യാനിക്കില്ലാതെ പോകുന്നത് വളരെ സങ്കടകരം തന്നെയാണ്. അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഏത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചാൽ എനിക്കും 50 കോടി അടിക്കുമെന്ന അന്വേഷണമല്ല, ആരുടെ കാല് പിടിച്ചാൽ എൻ്റെ കാര്യം സാധിക്കുമെന്ന അന്വേഷണമല്ല,
എങ്ങനെയാണ് 100 10,000 വർദ്ധിപ്പിക്കാവുന്ന അന്വേഷണത്തെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ദയവായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ മറ്റ് പഠിപ്പീരുകളുള്ള ബന്ധത്തിൽ നാം കുറച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. അന്വേഷണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നാം അന്വേഷിക്കണം. എന്നാൽ മാത്രമേ അന്വേഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നാം എങ്ങനെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ അന്വേഷണം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ന് ഒരു വീഡിയോയിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. ദൈവത്തെ അന്വേഷിച്ച് ആരും പോകണ്ട. ദയവായി നമ്മെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ വിധത്തിലാണ്. ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തെ അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാം ഇത്രമാത്രം മണ്ടരായി പോയല്ലോ. സർവവ്യാപിയായ എല്ലായിടത്തും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ അന്വേഷിച്ച് നിങ്ങൾ എവിടെ പോകണമെന്നാണ് ഈ പറയുന്നത്? ദൈവം ഏത് മലയിലാണ് ഇരിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവോട് വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമാണ് അല്ല. പിന്നെ എവിടെയാണ്? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ജീവന്റെ ഊർജമായ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. അത് മനസ്സിലാക്കാതെ ദൈവത്തെ അന്വേഷിച്ച് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, വെറും കാട്ടുകള്ളന്മാരുടെ പുറകെ പോയി അവർ ദൈവദാസന്മാരാണെന്ന് പറഞ്ഞ് അവർ നമ്മുടെ പോക്കറ്റ് അടിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നു. പശു രാവിലെ കറക്കാനായിട്ട് നിന്ന് കൊടുക്കുന്ന പോലെയാണ് ചില ദൈവങ്ങളുടെ മുമ്പിൽ പോയി നമ്മൾ എല്ലാം ഉരിഞ്ഞിട്ട് നിൽക്കുന്നത് എന്നുകൂടെ എന്നെങ്കിലും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്കിടയായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ദയവായി മനസ്സിലാക്കുക, നാം അന്വേഷിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം നമുക്ക് ഗ്രാഹ്യമല്ലാത്തത് നമ്മയാണ്, നാം അറിയാത്തത് നമ്മയാണ്. നമുക്ക് അന്യനും പരദേശിയുമായി നാമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ നാം എങ്ങനെയാണ് നമ്മെ അറിയുന്നത്? ഉള്ളറിയാതെ. ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളില്ല എന്ന ധാരണയാണ് പൊതുവേ ഉള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന വിവാദത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അങ്ങനെ ആയിക്കൊള്ളട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഇടം വെളിയല്ല, അവൻ്റെ ഉള്ളാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ലോകത്തിന് മുഴുവനും രുചി പകരത്തക്കവണ്ണമുള്ള കാരമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ കൊച്ചാക്കരുത്. നിങ്ങളുടെ സാധ്യതകളത്തെ വലുതും മഹാത്മ്യമേറിയതുമാണ് നിങ്ങൾ തിരിച്ചറിയുക. അതിൻ്റെ സാന്ദ്രത, അതിൻ്റെ വികസനം, അതിൻ്റെ റീച്ച് എത്ര വലുതാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ തന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ തെണ്ടുകളായി പോകുന്നത്. ഇത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, ആത്മീയമായ ആ ഒരു ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ്. മനുഷ്യൻ അവനെ തന്നെ അറിയാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ സ്വയം അറിയാത്തവനാണ് ദൈവത്തെ അറിയാനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ആത്മീയത ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ള ഈ പരക്കം പായലല്ല. ആത്മീയത റിലീജിയസ് ടൂറിസം അല്ല. ഇപ്പം വിശുദ്ധ നാടിൽ പോയി, ഹോളി ലാൻഡിൽ പോയി ഒന്ന് കറങ്ങി വന്നാൽ അതുകൊണ്ട് വലിയ ഗുണം കിട്ടുമെന്നാണ്. 2 തവണ എനിക്ക് ഹോളി ലാൻഡിൽ പോകാനുള്ള ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 തവണയും പോയില്ല. കാരണം ഇതൊക്കെ വെറും മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. ഞാൻ സുവിശേഷങ്ങൾ വായിച്ച് യേശു അന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടത്ര അറിഞ്ഞവനാണ്. അവിടെ പോയിട്ട് എനിക്കൊന്നും അറിയാനില്ല. ഇത് വളരെ തെറ്റിദ്ധാരണ നിറഞ്ഞ ഭൗതികമായി മാത്രം ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുടെ മനസ്സിൽ കുടികൊള്ളുന്നൊരു ഭ്രമമാണ് എന്ന എൻ്റെ ധാരണ തെറ്റായിരിക്കാം. എൻ്റെ ധാരണ എല്ലാം ശരിയാണെന്ന് യാതൊരു വാദവുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഞാൻ ഹോളി ലാൻഡ് കാണാനൊന്നും പോയില്ല. ഹോളി ലാൻഡ് എൻ്റെ ഉള്ളിലില്ലെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. പോട്ടെ, അത് ഞാനങ്ങ് മാറ്റിവെക്കുകയാണ്. അപ്പോൾ നാം നമ്മെ തന്നെ അന്വേഷിക്കണം. നാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നമ്മെ തന്നെയാണ്. അതില്ലാതെ നാം എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ആരംഭമായിട്ടാണ്, അതിനൊരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഏവരും വളരെ കൃത്യമായി
മനസ്സിലാക്കണമെന്ന് ഞാൻ അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മതമേഖലയിൽ ഒട്ടുമേ നടക്കാത്ത ഒരു പ്രക്രിയ ആയതുകൊണ്ട് ഞാൻ ഈ കോഴ്സിൽ കൂടെ അവതരിപ്പിക്കുന്ന പല ആശയങ്ങളും നിലവിലിരിക്കുന്ന സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിരിക്കും, അതിൽ നിന്ന് വേറിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഴമയോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന ഒരു അളവുകോൽ കൊണ്ട് അളന്നാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. അന്വേഷിക്കുക. ഇനിയും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 വാക്കുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തട്ടെ. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ. സെർച്ച് എന്നൊരു വാക്കുണ്ട്, അതുപോലെ തന്നെ സീക്ക് എന്ന വാക്കുമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സീക്ക് എന്നാണ്. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്. സെർച്ചും സീക്കും മലയാളത്തിൽ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് വ്യക്തത പോരാ, എന്തുകൊണ്ടോ പോരാ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഇംഗ്ലീഷ് പദങ്ങൾ ഒന്ന് ഉപയോഗിക്കുന്നത്. സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് നമ്മുടെ ദൃഷ്ടിയിൽ പെടാതെ ഇരിക്കുന്നതിനെ അന്വേഷിക്കുക എന്നാണ് അർത്ഥം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആദ്യത്തെ ഉപമ കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. അങ്ങനെ കാണാതെ പോയ നാണയത്തെ അന്വേഷിക്കുമ്പോൾ അത് സെർച്ചാണ്, സീക്കല്ല, സെർച്ച്. കാരണം അത് ഉള്ളതാണ്. ഉള്ളതിനെ അന്വേഷിക്കുന്നതിന് സെർച്ച് എന്നാണ് പറയേണ്ടത്. സീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനെ കവച്ചു വെച്ച് ഇപ്പോഴില്ലാത്തതും എന്നാൽ ഇനിയും ഉണ്ടാകേണ്ടതുമായ കാര്യത്തെ അന്വേഷിക്കുന്നതിനാണ് സീക്ക് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം നമ്മെ തന്നെ അന്വേഷിക്കണം. സീക്ക് യുവർ സെൽഫ് എന്ന് പറഞ്ഞ അർത്ഥം നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നമ്മെപ്പറ്റി നാം ഇപ്പോൾ വച്ചു പുലർത്തുന്ന ധാരണകളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും മുൻപോട്ട് പോകത്തക്കവണ്ണം നിങ്ങൾ അന്വേഷിപ്പീൻ. അങ്ങനെ നിങ്ങൾ കണ്ടെത്തും. കണ്ടെത്തുന്നത് എന്തിനാണ്? ഉള്ളത് കണ്ടെത്തേണ്ട വല്ല കാര്യമുണ്ട്. ഉള്ളത് അതിനെ വീണ്ടും പ്രാപിച്ചാൽ മതി, വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം വിളക്ക് അല്ല ബൾബ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സ്വനഗ്രാഹി യന്ത്രം ഗ്രാമഫോൺ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ടെലിഫോൺ കണ്ടുപിടിച്ചു, ടെലിവിഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഒരാൾ ഒരു ആയുസ് മുഴുവനും ലബോറട്ടറിയിൽ ഞാൻ ടെലിഫോൺ കണ്ടുപിടിക്കാൻ പോകുകയാണ്, ഞാൻ വട്ടാണെന്നേ പറയുന്നത്. ഞാൻ മൊബൈൽ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ ഇഷ്ടമുള്ള ആളുകൾ ഉരുത്തിരിഞ്ഞ് വെച്ചിരിക്കും, മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഉടനെ ഉളമ്പാറ നല്ല കുതിരവട്ടത്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളതിനെ ഒന്ന് കാണാനായിട്ടാണ് സെർച്ച് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതുവരെ ഇല്ലാത്തതും എന്നാൽ അനിവാര്യമായും നിശ്ചയമായും ഉണ്ടാകേണ്ടതുമായ അവസ്ഥയിലേക്ക് മുന്നേറുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് സീക്ക് എന്ന വാക്കുകൊണ്ട് നാം ഉപയോഗിക്കേണ്ടത്. ഇത് വളരെ വ്യക്തമായി നാം ധരിക്കുക. അപ്പോൾ ഈ ജീസസ് ആൻഡ് സൈക്കോളജി, യേശു മനഃശാസ്ത്രവും എന്ന കോഴ്സ് സെർച്ച് അല്ല, സീക്കിംഗ് ആണ്. കാരണം അതാണ് യേശു പറഞ്ഞത്, സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്. എന്താണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്? നിങ്ങൾ നിങ്ങളെയാണ് കണ്ടെത്തേണ്ടത്, ദൈവത്തെ അല്ല. ദൈവത്തെ കണ്ടെത്തേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തിയാൽ നിങ്ങൾ ദൈവത്തെ കണ്ടിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ യുക്തി സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മെ വേണ്ടതുപോലെ സത്യത്തിൽ, ആത്മാവിന്റെ സത്യത്തിൽ, നിത്യതയുടെ സത്യത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, കാണാൻ നമുക്ക് കഴിഞ്ഞാൽ, കാണുക എന്ന പദത്തിന് മനസ്സിലാക്കുക എന്നാണ് അർത്ഥം, നാം ദൈവത്തെ കണ്ടിരിക്കും. നമ്മെപ്പറ്റി എട്ടും പൊട്ടും അറിയാത്ത മൊണ്ണത്തരത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കാത്തിരിപ്പ് പ്രാർത്ഥനയും ഉപവാസവും പിന്നെ തമ്പാറടിയും മറുഭാഷയും കുരച്ചോണ്ടിരുന്നാൽ ദൈവത്തെ കാണുമെന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം, അത് പൊട്ടത്തരം മാത്രമല്ല ആഭാസത്തരം, വിശ്വസിക്കാൻ വയ്യ. ഇത് മൃഗങ്ങൾക്ക്, പന്നികൾക്ക് പോലും കൊള്ളാത്ത ധാരണയാണിത്. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ 4 സുവിശേഷങ്ങളിൽ നിന്ന് അടിക്കടി അതിൻ്റെ അർത്ഥം അന്വേഷിച്ചാൽ മനസ്സിലാകും യേശു ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ചെറുത് അല്പം നീണ്ടുപോയി.
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വരുന്ന സംഭവം നമുക്കറിയാം. അവൻ എന്ത് പറഞ്ഞാണ് വരുന്നത്? എനിക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണം? യേശു അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവനോടുള്ള സംഭാഷണം എങ്ങനെയാണ് യേശു ഉപസംഹരിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്? നിനക്കുള്ളതൊക്കെയും മറ്റൊരു ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എന്നെ അനുഗമിക്കുക, അപ്പോൾ നീ ജീവനിലേക്ക് പ്രവേശിക്കും. നിത്യജീവനെ പറ്റി അല്ല നീ ചിന്തിക്കേണ്ടത്, ജീവനെ പറ്റി ചിന്തിക്കുക. ജീവനെ പറ്റി എട്ടും പൊട്ടും അറിയാത്ത മുണ്ണകൾക്ക് നിത്യജീവനാണോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാവുന്നതാണോ? അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് ഭ്രാന്തല്ലേ? അത് പൊട്ടത്തരത്തിന്റെ ഉച്ചകോടിയല്ലേ? അതുകൊണ്ടാണ് യേശു പറയുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും ഇവിടെ ഈ ലോകത്തിൽ തന്നെ. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സൃഷ്ടിയായ, തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉള്ള സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത പ്രാപിക്കണം. ഓരോ വ്യക്തിയും അവന്റെ പൂർണ്ണത പ്രാപിക്കണം. താലന്തുകളുടെ ഉപമയിൽ കൂടെ യേശു പഠിപ്പിച്ചത് എന്താണ്? പൂർണ്ണത അന്വേഷിപ്പീൻ, പൂർണ്ണത അന്വേഷിപ്പീൻ. 5 കിട്ടിയവൻ 5 കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണത അന്വേഷിച്ചു. 2 കിട്ടിയവൻ 2 കൂടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണത അന്വേഷിച്ചു. അപ്പൊ ആദ്യത്തെ ഭൃത്യനും രണ്ടാമത്തെ ഭൃത്യനും അന്വേഷിച്ചത് പൂർണ്ണതയാകയാൽ അവർ തുല്യരായി. ഒരുത്തൻ 5 താലന്ത് കൂടെ നേടി, മറ്റവൻ 2 താലന്ത് കൂടെ നേടി. അത് യാതൊരു വ്യത്യാസവും, രണ്ടും ഒന്നാണ്. കാരണം അവർ രണ്ടുപേരും അന്വേഷിച്ചത് അവരുടെ പൂർണ്ണതയാണ്. അത് മതി. അത് സ്വർഗത്തിന്റെ കണ്ണിൽ ഒന്നാണ്, സമമാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഉച്ചനീചത്വങ്ങൾ നാം ഇങ്ങനെ വലിയ ബലൂൺ പോലെ ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ കണ്ണിൽ കൂടെ മാത്രം നമ്മെ അറിയുന്നത് കൊണ്ട്, ശരീരം മാത്രമാണെന്ന് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തെറ്റിദ്ധാരണയിൽ നാം അടങ്ങി നിൽക്കുന്നത് കൊണ്ടും, എല്ലാം കിട്ടണം, ഭൗതികമായി മാത്രം കിട്ടണം എന്ന താല്പര്യത്തിൽ നാം അന്ധരായപ്പോയത് കൊണ്ടും മാത്രമാണ്. ഈ ശപിക്കപ്പെട്ട മൃഗീയമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നതാണ് ആത്മീയമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ കുറച്ചുകൂടെ സുതാര്യമായി മനസ്സിലാക്കാനുള്ള വഴിയൊരുക്കൽ മാത്രമാണ് യേശുവും മനഃശാസ്ത്രവും ജീസസ് ആൻഡ് സൈക്കോളജി എന്ന ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യത്തോട് താല്പര്യമില്ലാത്ത ഒരുത്തർക്കും ഈ കോഴ്സ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്, ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ എല്ലാവരും പറഞ്ഞു നടക്കുന്ന ആശയങ്ങൾ, സാധാരണയുള്ള സമീപനങ്ങൾ നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. യേശു പറഞ്ഞു അന്വേഷിപ്പീൻ കണ്ടെത്തും. ആ ഒരു മനസാക്ഷി, ആ ഒരു സാധ്യത, ആ ഒരു ദിശയിലേക്ക് പുരോഗമിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ കോഴ്സ് കൊണ്ട് പ്രയോജനമുള്ളൂ. പഴഞ്ചൻ ആചാരങ്ങളുടെ പഴന്തുണി എടുത്ത് നിത്യതയിലേക്ക് പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ കോഴ്സ് തലവേദനയായിരിക്കും എന്നുകൂടെ സത്യസന്ധമായി സൂചിപ്പിക്കേണ്ട കടമയുള്ളത് കൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്താൻ പോകുകയാണ്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, കുറച്ചുകൂടെ വിശാലമായ ഒരു തോതിൽ നമ്മെ തന്നെ മനസ്സിലാക്കാനും, അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയുവാനുള്ള നമ്മുടെ ക്ഷമത വർദ്ധിപ്പിക്കുവാനും കൂടെയാണ് ഈ കോഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശത്തെ മാനിച്ചുകൊണ്ട് നിങ്ങളിതിൽ പങ്കെടുക്കുക. മാത്രമല്ല, ഇന്ന് വൈകിട്ടുള്ള, ഇന്ന് 8 മണി മുതലുള്ള ഏതാണ്ട് 1-1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ സെഷനിൽ ഈ കോഴ്സിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കുറച്ചുകൂടെ വിശാലമായി, ബൃഹത്തായി ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. കാരണം ഇത് അത്രമാത്രം അനിവാര്യമായ ഒരു പ്രക്രിയയാണ്. ഇത് തികച്ചും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഏറ്റവും അധികം സ്പഷ്ടതയുണ്ടാകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇന്ന് വൈകിട്ടെ സെഷനിൽ ഞാൻ ഈ ആശയം ഇപ്പോൾ അവതരിപ്പിച്ചതിനേക്കാൾ വളരെയധികം മുൻപോട്ട് പോയി വേദപുസ്തകത്തോടുള്ള അടുത്ത ബന്ധത്തിൽ കൂടുതലായി പരിഗണിക്കുന്നതും വെളിപ്പെടുത്തുന്നതുമാണ്. അതിലേക്ക് നിങ്ങളെ ഏവരെയും ഒന്നുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.